ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ ലോ ഓഫ് ഗിയറിംഗ് ആണ്. ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ദ കണ്ടീഷൻ ഫുൾഫിൽഡ് ബൈ ഗിയർ ടൂത്ത് പ്രൊഫൈൽ മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ബിറ്റ്വീൻ ടു ഗിയേഴ്സ്. അതായത് രണ്ട് ഗിയറുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ലോയുടെ കണ്ടീഷൻ. അപ്പോൾ അത് ആദ്യം ഒന്ന് പഠിച്ചു വയ്ക്കുക. ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി റേഷ്യോ വൈൽ മീറ്റിംഗ് ബിറ്റ്വീൻ ടു ഗിയേഴ്സ്. നമുക്ക് ഫിഗറിലേക്ക് പോവാം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന രണ്ട് ബോഡിയാണ്. ഇത് ഫസ്റ്റ് ബോഡി നമ്പർ 1, ഇത് ബോഡി 2. ബോഡി 1 O1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫിക്സ്ഡ് ആണ്, ω1 സ്പീഡിൽ കറങ്ങുകയാണ്. നെക്സ്റ്റ് ബോഡി O2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫിക്സ്ഡ് ആണ്, ω2 സ്പീഡിൽ കറങ്ങുകയാണ്. ഇത് രണ്ട് ഓപ്പോസിറ്റാണ് കറങ്ങുന്നത്. ഈ രണ്ട് ബോഡിയുടെയും കോമൺ ടാൻജൻറ്റ് ടി ഡാഷും എൻ ഡാഷും എ എന്ന് പറയുന്നൊരു പോയിന്റിൽ ജോയിൻ ചെയ്തേക്കുവാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് VA1 എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് ദ പോയിന്റ് എ ആണ്, പെർപെൻഡിക്കുലർ ടു O1 എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എ എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റിയാണ് VA1. VA2 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലെ വെലോസിറ്റി തന്നെയാണ്. ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു O2 A. ഓക്കെ, O2 Aക്ക് പെർപെൻഡിക്കുലറാണ്. ഇനി ഈ VA1 ഈ എൻ ഡാഷുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. VA2 എൻ ഡാഷുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ബീറ്റ. അപ്പോൾ ഇതിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. നമുക്കറിയാം, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും, വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാവും. അതായത് VA1 കോസ് ആൽഫ ഉണ്ടാവും, VA1 സൈൻ ആൽഫ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് VA1 കോസ് ബീറ്റ ഉണ്ടാവും, VA2 സൈൻ ബീറ്റ ഉണ്ടാവും. അപ്പോൾ പറയുന്നത് ഇത്രയാണ്. ഈ രണ്ട് ഇതൊരു ഗിയറാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ബോഡി ഒരു ഗിയറാണെന്ന് വിചാരിക്കുക, സെക്കൻഡ് ബോഡി ഒരു ഗിയറാണെന്ന് വിചാരിക്കുക. ഈ രണ്ട് ഗിയറുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഈ ഗിയറുകളുടെ തമ്മിലുള്ള കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പറയുന്ന കണ്ടീഷൻ ഇതാണ്: VA1 കോസ് ആൽഫ, അതായത് കോസ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി VA1 ഈസ് ഈക്വൽ ടു VA2 കോസ് ബീറ്റ, അതായത് കോസ് കമ്പോണൻ്റ് ഓഫ് VA2. അതായത് VA1ൻ്റെ കോസ് കമ്പോണൻറ്റും VA2ൻ്റെ കോസ് കമ്പോണൻറ്റും തമ്മിൽ ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ഈ രണ്ട് ഗിയേഴ്സ് തമ്മിൽ കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇത് നോട്ട് ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ഒരു ഗിയറിൻ്റെ ഉള്ളിലേക്ക് ഡിഗ് ചെയ്യും. അതായത് പ്രോപ്പറായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യില്ല, ഡിഗ് ചെയ്യും. അപ്പോൾ VA1 ഈസ് ഈക്വൽ ടു കോസ് ആൽഫ ഈസ് ഈക്വൽ ടു VA2 കോസ് ബീറ്റ. ഓക്കെ, ഇതാണ് ലോ ഓഫ് ഗിയറിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻ. നമുക്ക് അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം VA1 കോസ് ആൽഫ ഈസ് ഈക്വൽ ടു VA2 കോസ് ബീറ്റ എന്ന് എഴുതി. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് VA1 ഈസ് ഈക്വൽ ടു O1A ω1 എന്ന് എഴുതാൻ പറ്റും. കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് O1A ഇൻറ്റു അതിൻ്റെ ആംഗുലാർ വെലോസിറ്റിയാണ് VA1. അതായത് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് O1A ഇൻറ്റു അതിൻ്റെ ആംഗുലാർ വെലോസിറ്റിയാണ് VA1. സിമിലർലി VA2 ഈസ് ഈക്വൽ ടു O2A ഇൻറ്റു ω2. അതായത് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് O2A ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി ω2. അപ്പോൾ VA1 ഈസ് ഈക്വൽ ടു O1A ω1, VA2 ഈസ് ഈക്വൽ ടു O2A ω2. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി ചെയ്യുന്ന ഇത്രേ ഉള്ളൂ: സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: O1A. അപ്പോൾ ഇക്വേഷൻ 2 ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ O1A ω1 കോസ് ആൽഫ ഈസ് ഈക്വൽ ടു O2A ω2 കോസ് ബീറ്റ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കും. ഓക്കെ, അതായത് ഇക്വേഷൻ 2 ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ O1GA ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ O2HA. അതായത് O1GAയും O2HAയും ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് O1A കോസ് ആൽഫ ഈസ് ഈക്വൽ ടു O1G എന്ന് എഴുതാൻ പറ്റും. കാരണം ഇത് കോസ് ആൽഫയാണ്. അപ്പോൾ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു adjacent side by hypotenuse. Okay, അതായത് O1G by
O1 A ആണ് കോസ് ആൽഫ. അതിൽ നിന്ന് O1 A കോസ് ആൽഫ ഈസ് ഈക്വൽ ടു O1 G എന്ന് എഴുതാൻ പറ്റും. സിമിലർലി O2 A കോസ് ബീറ്റ ഈസ് ഈക്വൽ ടു O2 H എന്ന് എഴുതാൻ പറ്റും. അതായത് കോസ് ബീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് O2 H ബൈ ഹൈപ്പോട്ടന്യൂസ് O2 A. അതിൽ നിന്ന് O2 A കോസ് ബീറ്റ ഈസ് ഈക്വൽ ടു O2 H എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ഇക്വേഷൻ 4. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 4, ഈ ഇക്വേഷൻ 4 ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇക്വേഷൻ 4 ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് O1 G, അതായത് ഈ O1 A ഒമേഗ 1 കോസ് ആൽഫ എന്ന് പറയുന്ന ഈ പോർഷന് O1 G കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് O1 G G1 ഒമേഗ 1 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് O2 H ഒമേഗ 2. O1 G എന്ന് എഴുതിയാൽ മതി, O1 G1 അല്ല. O1 G ഒമേഗ 1 ഈസ് ഈക്വൽ ടു O2 H ഒമേഗ 2. ഇത് O1 G ഒമേഗ 1 ഈസ് ഈക്വൽ ടു O2 H ഒമേഗ 2. ഇതിൽ നിന്ന് ഒമേഗ 1 ബൈ ഒമേഗ 2 ഈസ് ഈക്വൽ ടു O2 H ബൈ O1 G നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി O1 G Pയും O2 H Pയും, അതായത് O1 G Pയും O2 H P എന്ന് പറയുന്നത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത് O1 Gയും O2 Hയും അതിൻ്റെ റേഷ്യോ O1 G ബൈ O2 H ഈസ് ഈക്വൽ ടു O1 P ബൈ O2 P ഈസ് ഈക്വൽ ടു PG ബൈ PH, അതായത് PG ബൈ PH. അതായത് രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ വശങ്ങളുടെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ റെസിപ്രോക്കലി ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് O2 H ബൈ O1 G, O2 P ബൈ O1 P, അതുപോലെ തന്നെ PH ബൈ PG, അതും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കുക, O2 H ബൈ O1 G ഈക്വൽ ടു O2 P ബൈ O1 P ആണ്. എന്താണ് O2 H ബൈ O1 G? ഒമേഗ 1 ബൈ ഒമേഗ 2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് O2 P ബൈ O1 Pനെ ഒമേഗ 1 ബൈ ഒമേഗ 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താണ് O2 P? O2 P എന്ന് പറയുന്നത് RP2 ആണ്. അപ്പോൾ നമ്മൾ O2 Pൻ്റെ സ്ഥാനത്ത് RP2 കൊടുത്തു. എന്താണ് O1 P? O1 Pയുടെ സ്ഥാനത്ത് RP1 കൊടുത്തു. അതായത് RP1 എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് ഗിയർ 1ഉം RP2 എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് ഗിയർ 2 ആണ്. അപ്പോൾ നമ്മൾ ഈ ഡെറിവേഷൻ മസ്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ ഒരു ലോ ഓഫ് ഗിയറിങ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫിഗർ വരയ്ക്കുക, ഈ കണ്ടീഷൻ എഴുതുക, എന്നിട്ട് ഈ ഡെറിവേഷൻ എഴുതുക. ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു. ഫൈനലി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൂടി പറയണം. ലോ ഓഫ് ഗിയറിംഗ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ ട്രാൻസ്മിറ്റിംഗ് കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി റേഷ്യോ, അതായത് കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി റേഷ്യോ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ദ കോമൺ നോർമൽ ടു ദ കോണ്ടാക്റ്റിംഗ് സർഫസ് ഓഫ് ദ മീറ്റിംഗ് ടീത്ത് അറ്റ് എവറി ഇൻസ്റ്റൻറ്റേനിയസ് പോയിൻറ്റ് കോണ്ടാക്ട് മസ്റ്റ് പാസ് ത്രൂ എ ഫിക്സ്ഡ് പോയിൻറ്റ്. അതായത് കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി റേഷ്യോ മീറ്റ് ചെയ്യണമെങ്കിൽ കോമൺ നോർമൽ ഓരോ കോണ്ടാക്റ്റിംഗ് സർഫസ് ഓഫ് മീറ്റിംഗ് ടീത്തിലും ഒരു ഫിക്സ്ഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യണം. ആ ഫിക്സ്ഡ് പോയിന്റിന് വിളിക്കുന്ന പേരാണ് പിച്ച് പോയിന്റ്. ഈ എ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പിച്ച് പോയിന്റ്. അതായത് ഈ ഗിയർ 1ഉം ഗിയർ 2ഉം തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോമൺ ടാൻജൻറ്റ് ഒരു ഫിക്സ്ഡ് പോയിന്റിൽ കൂടെ ഓരോ കോണ്ടാക്റ്റിലും പാസ് ചെയ്യും. ആ പോയിൻ്റാണ് പിച്ച് പോയിന്റ്. അപ്പോൾ എങ്കിലും മാത്രമാണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി റേഷ്യോ മീറ്റ് ചെയ്യുള്ളൂ. ആ ഫിക്സ്ഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പിച്ച് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.